പ്രിയമുള്ളവരെ, സ്കൂളുകളും കോളേജുകളും ഒക്കെ ജൂൺ 3-ന് തുറക്കുമ്പോൾ വിദ്യാർത്ഥികൾക്കായിട്ട് അവർ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 1140 സ്കൂളുകളിൽ അവർ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. എന്താ ലക്ഷ്യം? നമ്മളുടെ മക്കളാണ്. നമ്മുടെ മക്കൾക്ക് എന്താണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കൊടുത്തേ പറ്റും. അവർ ലഹരി വല വിരിച്ച് മയക്കുമരുന്ന് മാഫിയ കുട്ടികളെ വേട്ടയാടാൻ വരുന്നു. സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈനിലും ഓർഡർ നൽകിയാൽ അതീവ രഹസ്യമായി എത്തിക്കും. സൗജന്യമായി ലഹരി നൽകി വിദ്യാർത്ഥികളെ അടിമകളാക്കിയ ശേഷം ലഹരിക്കടത്തിനും വിൽക്കാനും ക്രിമിനൽ കുറ്റങ്ങൾക്കും അവരെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 1140 വിദ്യാലയങ്ങളില് ലഹരി ഇടപാട് എക്സൈസ് കണ്ടെത്തി കഴിഞ്ഞു എന്നുള്ളതാണ്. കോളേജ് വിദ്യാർത്ഥികളിൽ 31.8% ലഹരി ഉപയോഗിക്കും. നിറവും മണവുമില്ലാതെ രാസലഹരി അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും തടയാനാവുന്നില്ല. സ്കൂളുകളിൽ 325 കുട്ടികളുടെ ലഹരി ഉപയോഗം കണ്ടെത്തിയെങ്കിലും 183 മാത്രമാണ് എക്സൈസിനെയോ പോലീസിനെയോ അറിയിച്ചതെന്നല്ല. അപ്പൊ വിദ്യാർത്ഥികൾ സഹപാഠികൾക്ക് ലഹരി മരുന്നുകൾ വിൽക്കുന്നതാണ് ഇവിടെ ഭീഷണി വരുന്നത്. ലഹരിക്കാണെങ്കിൽ ആൺ പെൺ ഭേദമൊന്നുമില്ല. തലസ്ഥാനത്ത് 3 സ്കൂൾ വിദ്യാർത്ഥിനികളെ ലഹരിക്ക് അടിമയാക്കി ചൂഷണം ചെയ്ത് ഈ അടുത്തിടെ നമ്മൾ വാർത്തകളൊക്കെ വായിച്ചതാണ്. അഫ്ഗാൻ, ആഫ്രിക്കൻ രാസലഹരികളാണ് അപകടകരമായിട്ടുള്ളത്. 100 രൂപയ്ക്ക് 10 മണിക്കൂർ ലഹരി കിട്ടുന്ന നാവിൽ ഒട്ടിക്കുന്ന സ്റ്റിക്കറുകളാണ് സുലഭം. സ്റ്റാമ്പ്, സ്റ്റിക്കർ, ഗുളിക, ചോക്ലേറ്റ്, ചുയിങ്കം ഈ രൂപത്തിലൊക്കെ പഞ്ചസാരയും ഉപ്പും പോലെ തരികളെയും രാസലഹരി ഒക്കെ ലഭ്യമായി നമുക്ക് നൽകുന്നുണ്ട്. ഒരിക്കലും ഉപയോഗിച്ചാൽ ആജീവനാന്തം നമ്മളെ അടിമകളാക്കുക. ലഹരി കലർന്ന മിഠായികൾ, ശീതളപാനീയങ്ങൾ, ബബിൾഗം എന്നിവയെല്ലാം സ്കൂൾ പരിസരത്ത് വ്യാപകമാണ്. മിക്കി മൗസ്, സൂപ്പർമാൻ മുതൽ കിങ് കോങ് വരെയുള്ളവരുടെ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങളുള്ള മിഠായികൾ സംശയകരമാവുന്ന രീതിയിലാണ് നമ്മുടെ മുന്നിലുള്ളത്. ഗൊറില്ലയുടെ ചിത്രവുമായിട്ട് 200 LSD സ്റ്റാമ്പുകളും പിടികൂടിയിരുന്നു. അപ്പൊ വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിക്കുന്ന 228 മയക്കുമരുന്ന് ഇടപാടുകാരെ കരുതൽ തടങ്കലാക്കിയിട്ടുണ്ട് നമ്മൾ. വളരെ വളരെ ഭയാനകമെന്നേ പറയേണ്ടതുണ്ട്. കൊച്ചിയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയിൽ നിന്ന് പിടിച്ച പാരഡൈസ് 650 രാസലഹരി 48 മണിക്കൂറിലേറെ തലച്ചോറിനെ മരവിപ്പിച്ച് നിർത്തുന്നതാണ്. അത് കുറച്ച് കൂടുതൽ ചെന്നു എന്ന് വിചാരിച്ചാൽ മരിക്കുന്നുള്ള ആരും ഉറപ്പാണ്. ഡാർക്ക് ചോക്ലേറ്റ്, പഞ്ചാര മിഠായി, ചോക്ക് മിഠായി എന്നിങ്ങനെ രാസലഹരി കലർത്തിയ മിഠായികൾ, ബിയർ പോലെ നുരയുന്ന രക്തനിറത്തിലുള്ള ശീതളപാനീയം കിട്ടും. ചെറുലഹരിയുള്ള പുളിപ്പുള്ള മിഠായിയും മിക്കി മൗസ് ബബിൾഗവും ഉണ്ട്. നോക്കൂ, 25,000 കോടി കൊച്ചി പുറംകടലിൽ ബോട്ടിൽ നിന്ന് പിടിച്ച ലഹരി മരുന്നിന്റെ വാല്യൂ ആണ്. 1300% ഒരു വർഷത്തിനിടെ പിടിച്ച ADMയുടെ വർധനമാണ്. ഇതൊക്കെ അറിയേണ്ട കണക്കല്ലേ? 70% യുവാക്കളും കുട്ടികളും ലഹരി ഉപയോഗിക്കുന്ന ആണുങ്ങൾ. 10 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. 79% കൗമാരക്കാർ ആദ്യം ലഹരി ഉപയോഗിച്ചത് സുഹൃത്തുക്കൾ വഴിയാണ്. 80% കൗമാരക്കാർ കൂട്ടുകാർക്കൊക്കെ ലഹരി ഇന്ന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കണക്ക്. രക്ഷിതാക്കൾ അറിയുന്നില്ല, നാട്ടുകാരറിയുന്നില്ല, പക്ഷെ ഇവര് ഉപയോഗിക്കുന്നുണ്ട്. 38.16% പേര് സുഹൃത്തുക്കളെ ലഹരി ഉപയോഗത്തിന് പ്രലോഭിപ്പിക്കുന്നതായിട്ടും വിവരമുണ്ട്. ഈ പറഞ്ഞതൊക്കെ എക്സൈസ് സർവേ റിപ്പോർട്ട് പ്രകാരമുള്ള കണക്കാണ്. എന്താണ് ഇവരുടെ ലക്ഷ്യം? നമ്മുടെ കുഞ്ഞുങ്ങളാണ്. മാത്രല്ല അവരുടെ കയ്യിൽ കിട്ടുന്ന പണം. കുഞ്ഞുങ്ങൾ ആണായാലും പെണ്ണായാലും അവർക്ക് ഒരേപോലെയാണ്. അവർക്ക് ലാഭം മാത്രമേ ഉള്ളൂ. അവരാരും ഇത് ഉപയോഗിക്കുന്നില്ല എന്നുള്ള സത്യം. അവര് മറ്റുള്ളവരെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കടുത്ത ജാഗ്രത പാലിച്ചേ പറ്റൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ കടുത്ത ജാഗ്രത പാലിപ്പിച്ചിരിക്കും.
സൂക്ഷിക്കാതിരുന്നാൽ ദുഃഖിക്കേണ്ടി വരും, ഉറപ്പാ. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ സന്ദേശം നൽകിയിട്ടില്ല എങ്കിൽ ബുദ്ധിമുട്ടേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും, അവസാനം നമ്മൾ കരയേണ്ടതായിട്ടും വരും. അതുകൊണ്ട് ജാഗ്രത പുലർത്തുക. ഇത് കണക്കാണ്, കൃത്യമായ കണക്ക്.